ഹലോ അസ്സലാമു അലൈക്കും. അപ്പം നമ്മളിപ്പോൾ മാങ്ങക്കാലാണല്ലേ, എത്ര മാങ്ങയാണല്ലേ ഒരു ദിവസമൊക്കെ ചീഞ്ഞ് നശിച്ചൊക്കെ പോകുന്ന. ഒരൊറ്റ മാങ്ങക്കും വേണ്ടിയിട്ട് നമ്മൾ എവിടേക്കോ പോയി എത്രയോ പൈസ കൊടുത്തിട്ടൊക്കെ വാങ്ങിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊക്കെ മാഷാ അല്ലാ, ഇപ്പൊക്കെ മാങ്ങക്ക് എല്ലായിടത്തും ചീഞ്ഞ് വീണ് അങ്ങനെ അങ്ങനെ നാശമായി പോകുന്നതാണല്ലേ. അപ്പോൾ അതാ നമുക്ക് മാങ്ങ വെച്ചിട്ട്, മാങ്ങ കിട്ടാത്തപ്പോൾ എവിടെ ഉണ്ടാവില്ല, എല്ലായിടത്തും മാങ്ങ തന്നെയാണല്ലേ. അപ്പോൾ മാങ്ങ വെച്ചിട്ട് നല്ലൊരു അടിപൊളി റെസിപ്പി നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് നല്ല മിക്സീൻ്റെ ജാറിലേക്കൊക്കെ അരിഞ്ഞിടുകയാണ് കേട്ടോ. നല്ല കളർഫുള്ളാണ്, നല്ല പഴുത്ത മാങ്ങയാണല്ലേ. നമ്മൾ വീട്ടിലുണ്ടാക്കിയ വളമൊന്നും ചേർക്കാത്ത മാങ്ങയാണെങ്കിൽ കിട്ടില്ലെന്നായിരിക്കും. അപ്പോൾ ഇതാ മിക്സിയിലൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് നമ്മളിതാ അത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നല്ല രീതിയിൽ തന്നെ നല്ല സോഫ്റ്റായിട്ട് നല്ല അരിഞ്ഞിട്ട് തന്നെ കിട്ടണം കേട്ടോ അത്. അങ്ങനെ അത് അരക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെള്ളം, പിന്നെ ഈ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ഒന്ന് ഒരുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച ആ ഒരു മാങ്ങൻ്റെ പേസ്റ്റ് നമ്മളത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പിന്നെ കരിഞ്ഞു. അപ്പോൾ നമ്മൾ കുറച്ച് സമാധാനത്തിൽ ക്ഷമയൊക്കെ വേണം കേട്ടോ. അങ്ങനെ വേണം നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്നായി കിട്ടണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഹൈ ഫ്ലെയിമിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ റെസിപ്പിയൊക്കെ അങ്ങോട്ട് കൊളായി തീരും. അപ്പോൾ നമ്മൾ കഷ്ടപ്പെടുന്നതിന് എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ. അപ്പോൾ കുറഞ്ഞ തീയിലിട്ട് നന്നായിട്ട് ഇതൊന്ന് പിന്നെ നമുക്ക് കുറുക്കിയെടുക്കാം. അങ്ങനെ ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ടൊന്ന് പിന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഈ വെള്ളത്തിൻ്റെ ഇതൊക്കെ മാറി ഇത് നല്ല അടിപൊളി സ്മൂത്തായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഉണ്ടാക്കിയെടുത്തത് ജാമാണ് കേട്ടോ. നമ്മൾ പിന്നെ കടയിൽ നിന്നൊക്കെ എത്ര പൈസ കൊടുത്തിട്ടാണ് നമ്മൾ ജാം വാങ്ങിക്കുന്നത് അല്ലേ. അതിലൊക്കെ വല്ല മായോ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ നമുക്കറിയില്ല. അപ്പം നമ്മുടെ വീട്ടിൽ ഇതുപോലെ മാങ്ങ കേടായിട്ടും ചീഞ്ഞു പോയിട്ട് കടയിൽ നിന്ന് നേരം കൊണ്ട് നമ്മുടെ മക്കൾക്ക് ഇതുപോലെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ അടിപൊളി ജാം ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും കുറച്ചൊരു ബ്രെഡ് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊണ്ടുവരിക. എന്നിട്ട് എന്ത് ചെയ്യുക, അങ്ങനെ ഏതായാലും ഞാനിതാ ഒരു ബ്രെഡിൽ ജാമൊക്കെ നന്നായിട്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വേറൊരു ബ്രെഡ് എടുത്തിട്ട് ഇതങ്ങോട്ട് അടച്ചു വെക്കാം. ഇത് നമുക്കിനി ടോസ്റ്റ് ചെയ്തിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം. അങ്ങനെ അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല കേട്ടോ. അങ്ങനെ കഴിക്കുകയാണെങ്കിൽ തന്നെ അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ഇപ്പോൾ ഞാനിതൊന്ന് കഴിച്ച് നോക്കട്ടെ. മക്കളൊക്കെ സ്കൂളിൽ പോയതാണ്, അവർ വന്നിട്ട് പിന്നെ അവർക്ക് വേറെ ഉണ്ടാക്കി കൊടുക്കുക അല്ലേ. നമുക്കറിയണമല്ലോ നമ്മൾ ഉണ്ടാക്കിയത് ടേസ്റ്റാണോ ഇല്ലേന്ന് അറിയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതൊന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങളോട് പറയാൻ എന്താണ് അടിപൊളി ടേസ്റ്റാണ് മക്കളെ, പൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സഹായിക്കണേ കേട്ടോ.